ചിരാഗ് പസ്വാന്റെ ലോക് ജൻശക്തി പാർട്ടിക്ക് കിട്ടിയ വലിയ സീറ്റ് വിഹിതം മറ്റ് കക്ഷികളെ അസ്വസ്ഥപ്പെടുത്തിയതാണ് എൻഡിഎക്ക് സീറ്റ് പ്രഖ്യാപനം അവസാന നിമിഷം റദ്ദാക്കേണ്ടി വന്നത്. ഔദ്യോഗികമായി സീറ്റ് ധാരണ പ്രഖ്യാപിക്കാതെ അങ്ങനെ അവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. പിടിച്ചു നിൽക്കാനുള്ള ഇടത്തിനായി സീറ്റെണ്ണം കൂട്ടിച്ചോദിച്ച ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് 6 സീറ്റിനാൽ തൃപ്തിപ്പെടേണ്ടി വന്നപ്പോഴാണ് 29 സീറ്റും കൊണ്ട് പസ്വാൻ പോയത്. അത് ആരുടെ ചെലവിലെന്നതും പസ്വാന്റെ തുടക്കം തൊട്ടുള്ള വിലപേശൽ നാടകവും അവസാനമുണ്ടായ നേട്ടവും ആരുടെ നാടകമാണ് എന്നുള്ളതെല്ലാമാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യവും. ജെഡിയുവിന്റെയും നിതീഷ് കുമാറിന്റെയും രാഷ്ട്രീയ ഭാവിക്കൊപ്പം ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഇതും ഇപ്പോൾ ചർച്ചയാണ്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം എല്ലാവരെയും താൽക്കാലികമായി അടക്കി നിർത്തുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ കൈവശമിരിക്കുന്ന 5 സീറ്റുകൾ LJP-യിലേക്ക് കൈമാറാനുള്ള നീക്കത്തിൽ നിതീഷ് കുമാറിന്റെ അസ്വസ്ഥത പരസ്യമാവുകയും ചെയ്തു. തങ്ങൾ മത്സരിച്ചിരുന്ന മഹുവ സീറ്റ് LJP-ക്ക് നൽകുന്നതിൽ വിയോജിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ലോക് മോർച്ചയുടെ ഉപേന്ദ്ര കശ്വാനെ അവസാന നിമിഷം വരെയും നിസ്സഹരിച്ചു നിന്നത്. ഒടുവിൽ അമിത്ഷാ നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹത്തെ മനം മാറ്റിയെടുത്തത്. സോൻബർസ, രാജ്ഗീർ, മോർവ, ഗായ്ഘട്ട്, മധിഹാനി സീറ്റുകളെ ചൊല്ലിയാണ് ജെഡിയുവും LPGയും തമ്മിലുള്ള തർക്കം. ഇതിൽ രാജ്ഗീറും സോൻബർസയും മധിഹാനിയും ജെഡിയുവിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. എന്നാൽ ഈ 5നായുള്ള LJP ആവശ്യപ്പെട്ടതോടെയാണ് BJP നിന്നത്. ജെഡിയു പക്ഷേ വിട്ടുകൊടുത്തുമില്ല. പല റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടും ജെഡിയു വഴങ്ങിയുമില്ല. എന്നാൽ ജെഡിയുവിനുള്ള മാനസിക പിന്തുണ 10 വർഷം മുൻപ് ജെഡിയു വിട്ട് ഹിന്ദുസ്ഥാനി അവാം മോർച്ച രൂപീകരിച്ച കേന്ദ്രമന്ത്രിയായ ജിതിൻ റാം മാഞ്ചി ബുധനാഴ്ച മറ്റൊരു മലയാളം മാധ്യമത്തോട് സംസാരിക്കവേ തുറന്നു പറഞ്ഞിരുന്നു. 2020-ൽ തനിച്ച് 100 സീറ്റുകളിൽ മത്സരിച്ച ചിരാഗ് പസ്വാന്റെ പാർട്ടി നേടിയത് 1 സീറ്റാണെങ്കിലും ജെഡിയുവിനെ തകർക്കുന്നതിൽ വിജയിച്ചു. 43 സീറ്റുകളിലേക്ക് ജെഡിയു ഒതുങ്ങിയത് ചിരാഗിന്റെ രംഗപ്രവേശനത്തിലായിരുന്നു. BJP ഇത് തിരിച്ചറിയുന്നുമുണ്ട്. ഇത്തവണ ചിരാഗിന് അമിത പരിഗണന ലഭിക്കുന്നതിന് പിന്നിൽ പലതും മണക്കുന്നത് ഇതിനാലാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സ്വാധീനം തകർക്കാൻ ഏക്നാഥ് ഷിൻഡെ കരുവാക്കിയ അതേ തന്ത്രമാണോ BJP-യുടേതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലെ പ്രധാന ചോദ്യം. പ്രശാന്ത് കിഷോർ ഇക്കുറി പ്രധാന വോട്ട് വില്ലൻ ആകുമെന്ന് പറയുന്നത് പോലെയുമാണ് ചിരാഗ് പസ്വാനെ പറ്റി NDAക്കകത്തുള്ള അടക്കം പറച്ചിലും. ജെഡിയുവിനെ തകർക്കാനുള്ള BJP-യുടെ കരുവാകുമോ പസ്വാൻ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്.